കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയെപ്പറ്റിയുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പരിഹസിച്ച് കെ പ്രേമചന്ദ്രൻ എം.പി. ഭിന്ന രാഷ്ട്രീയക്കാർ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ലെന്ന നിലപാടിനെ ഉച്ചത്തോടെ കാണുന്നുവെന്ന് പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. അവർ ഇട്ടാൽ ബർമുഡയും ഞങ്ങളിട്ടാൽ വള്ളി നിക്കറും എന്നതാണ് ഇതിന്റെ നാടൻ പ്രയോഗമെന്നും അദ്ദേഹം പരിഹസിച്ചു. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച പ്രോട്ടോകോൾ ലംഘനമെന്നും കെ പ്രേമചന്ദ്രൻ എം.പി. പറഞ്ഞു. കൂടിക്കാഴ്ചയുടെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് CPM ദേശീയ നേതൃത്വം പറയുമോ? പ്രധാനമന്ത്രിയുമായി ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ വൻ വേട്ടയാടലാണ് താൻ നേരിടേണ്ടി വന്നത്. താൻ BJPയിൽ പോകുമെന്ന് പോലും പ്രചരിപ്പിച്ചു. DYFI മാപ്പ് പറയേണ്ട, എന്നാൽ തന്നെക്കുറിച്ച് പറഞ്ഞത് പിണറായിയെക്കുറിച്ച് പറയുമോ എന്നും പ്രേമചന്ദ്രൻ ചോദിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മറ്റു ചില എംപിമാർക്കൊപ്പം കെ പ്രേമചന്ദ്രൻ എം.പി. പാർലമെന്റ് ക്യാന്റീനിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ ഇടതു നേതാക്കൾ ഉയർത്തിയ രൂക്ഷ വിമർശനം മുൻനിർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച തന്നെ അപമാനിച്ചവരാണ് CPM നേതാക്കളെന്നും അന്ന് പല രീതിയിൽ തന്നെ തേജോവധം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. 17ാം ലോക്സഭയുടെ അവസാന ദിവസം പ്രധാനമന്ത്രി ഓഫീസിലെത്താൻ ആവശ്യപ്പെടുന്നു. എന്നോടൊപ്പം അതുപോലെ തന്നെ 6-7 എംപിമാരോടൊപ്പം നടന്ന് പാർലമെന്റ് ക്യാന്റീനിലെത്തി ഭക്ഷണം കഴിക്കുന്നു. താൻ ഇതുവരെ പാർലമെന്റ് ക്യാന്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിക്കുന്നുവെന്നാണ് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. തികച്ചും അനൗപചാരികമായ സൗഹൃദ വിരുന്നായിരുന്നു അത്. എന്നെ ക്ഷണിച്ചിട്ടാണ് പോയത്, അല്ലാതെ ഞാൻ ക്ഷണിച്ചിട്ടല്ല. ഒരു പൊതുസ്ഥലത്ത് അല്ലാതെ രഹസ്യമായിട്ടല്ല. ഈ സമയം പലരും പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം നടരാജൻ MP വരെ ആ ടേബിളിൽ വന്ന് സെൽഫി എടുത്തു പോയി. അതിന് ഞാൻ രാജിവെക്കണം, ശുദ്ധ മര്യാദക്കേടാണ് കാണിച്ചത്. ഇന്ത്യ മുന്നണിയെ ഒറ്റുകൊടുത്തു എന്നൊക്കെ പറഞ്ഞ് CPMഉം DYFIയും CITUവും എന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. കൊല്ലത്ത് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. കൊല്ലം ജില്ലയിലെ ലോക്കൽ കേന്ദ്രങ്ങളിൽ പോലും പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഏറ്റവും വലിയ പ്രചരണ ആയുധം ഇതായിരുന്നു. പ്രേമചന്ദ്രൻ പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രചരണ വിഷയമാക്കി. അതുണ്ടാക്കിയ മാനസികാഘാതം ചെറുതായിരുന്നില്ല. രാഷ്ട്രീയ സ്വത്വം തന്നെ ചോദ്യം ചെയ്തു. മുന്നണിയിലും പാർട്ടിയിലുമുള്ളവർ പോലും തന്നെ സംശയിച്ചു. താൻ BJPയിലേക്ക് പോകുമോ എന്ന സംശയമുണ്ടാക്കി. അത് മാറ്റിയെടുക്കാൻ താൻ പെട്ട പാട് വിവരിക്കാനാവില്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. അതേ ആളുകൾ ഇപ്പോൾ ഭിന്ന രാഷ്ട്രീയക്കാർ പരസ്പരം കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ലെന്ന് പറയുന്നത് പരിഹാസ്യമാണെന്ന് പ്രേമചന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അഴിമതിയിൽ SFIO അന്വേഷണം നടക്കുമ്പോൾ ധനമന്ത്രിയെ ക്ഷണിച്ച് മുഖ്യമന്ത്രി അവരുമായി കൂടിക്കാഴ്ച നടത്തിയത് ദുരൂഹമാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ചർച്ചാ വിഷയം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. കൂടിക്കാഴ്ച അനൗപചാരികമെന്ന് സർക്കാർ പറയുമ്പോൾ വ്യക്തിപരമെന്ന് തന്നെയാണ് അർത്ഥമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച പ്രോട്ടോകോൾ ലംഘനമെന്നും കെ പ്രേമചന്ദ്രൻ MP പറഞ്ഞു. കൂടിക്കാഴ്ചയുടെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് CPM ദേശീയ നേതൃത്വം പറയുമോ? പ്രധാനമന്ത്രിയുമായി ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ വൻ വേട്ടയാടലാണ് താൻ നേരിടേണ്ടി വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു.